Hi friends, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു നെഹ്റു ക്യാപ്പ്, ഒരു ചാച്ചാജി തൊപ്പി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ശിശുദിനത്തിലൊക്കെ എല്ലാവർക്കും ആവശ്യമുള്ളൊരു സാധനമാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് ഇത് ആവശ്യമുണ്ടാവും. അപ്പം എല്ലാവരും ആ സമയത്ത് ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നിങ്ങനെ സെർച്ച് ചെയ്ത് നടക്കുന്ന ഒരു സാധനമാണ് ഈ ചാച്ചാജി തൊപ്പി, ഈ നെഹ്റു ക്യാപ്പ്. അപ്പോൾ ഇത് എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉണ്ടാക്കണം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പം ബെല്ലൈക്കണും ഓണാക്കി വെക്കുക. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 30 സെൻറ്റിമീറ്റർ വീതിയും ഒരു 38 സെൻറ്റിമീറ്റർ നീളവുമുള്ള ഒരു ചാർട്ട് പേപ്പർ എടുക്കാം. അത്രയും വലിപ്പം വേണം, എന്നാലേ ഒരു കുട്ടിയുടെ തലയിൽ ഇത് വെക്കാനുണ്ടാവൂ. പിന്നെ വലിപ്പം നമുക്ക് ഈ പേപ്പറിൽ തന്നെ നമ്മുടെ ക്യാപ്പിൻ്റെ വലിപ്പം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അത് ഈ ഫോൾഡ് ചെയ്യുന്ന സമയത്താണ് ചെയ്യേണ്ടത്. ഈ മടക്കൽ ഇപ്പോൾ മടക്കുന്ന ഇത് കുറച്ചും കൂടി കൂടുതൽ മടക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ക്യാപ്പിൻ്റെ വലിപ്പം കുറയും. നമുക്ക് മനസ്സിലാവും, ഈ വീഡിയോ മുഴുവനായും കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഈ വീഡിയോയിൽ ഉള്ള പോലെ ഓരോ ഭാഗവും ഇങ്ങനെ മടക്കി കൊണ്ടിരിക്കുക. അതുപോലെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് ശരിക്കൊന്ന് കയറി ഇനി മടക്കുന്നത് കുറച്ച് മുകളിലേക്ക് കയറി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഭാഗമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കി വെക്കേണ്ടത്. ഇത്രയും ചെയ്താൽ നമ്മളെ ക്യാപ്പിൻ്റെ പണി ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു സ്റ്റാപ്ലർ ഉപയോഗിച്ച് ഒന്ന് പിൻ ചെയ്യണം. അതെന്തിനാ വെച്ചാൽ നമ്മൾ കുട്ടികൾക്കാണ് ഇത് കൊടുത്തയക്കുന്നത്. കുട്ടികൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഇത് അടർന്നു പോരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പോരില്ല. അങ്ങനെ പിൻ ചെയ്തും കൂടി കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നു, ഇതിൻ്റെ വർക്ക് പൂർത്തിയായി കഴിഞ്ഞു. പിന്നെ ഇത് നിവർത്തിയിട്ട് ശരിക്കും ഒരു ക്യാപ്പിൻ്റെ രൂപത്തിലാക്കുക വേണ്ടത്. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ക്യാപ്പ് തയ്യാറാക്കാം. ഇനി നിങ്ങൾക്ക് ഈ ക്യാപ്പ് ഒന്ന് തലയിൽ വെച്ച് കാണിച്ചു തരാം. ഇത് ഇവനക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ല, ഇതിലും മുതിർന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ്. അപ്പം പിന്നെ കുറച്ചും കൂടി വലിപ്പമുണ്ട് ഇത്. അത്രേ ഉള്ളൂ. ബാക്കി ക്യാപ്പ് കറക്റ്റായിട്ടുണ്ട്, എല്ലാം ക്ലിയറാണ്. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ ക്യാപ്പ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.